കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയും ആനുവൽ ഡേ ആഘോഷവും നടന്നു. ജൂബിലി ആഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ആനുവൽ ഡേ ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൈറേഞ്ചിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കട്ടപ്പനയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച അവസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി പ്രവേശനവും ആനുവൽ ഡേയുമാണ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നത്. 5 പതിറ്റാണ്ടായി മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഉണർവുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ ഈ കലാലയത്തിനായി. ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തി. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയും ആനുവൽ ഡേ ആഘോഷവും വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. ജൂബിലി ആഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മികച്ച നേട്ടത്തിലേക്ക് ഉയരുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും വളർച്ച കൈവരിക്കാനുണ്ട്. ആ യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രീതി തന്നെ മാറി. അത്തരം കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ കേരളം അടുക്കുമ്പോൾ അതിൽ വലിയ സംഭാവന കൊടുക്കാൻ കഴിയുന്ന വരുംകാല ഭാവിയിലെ ഒരു സ്ഥാപനമായി യോസാന ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ ഉള്ളത് മാറി ആ തലത്തിലേക്ക് സർവകലാശാലകൾ അംഗീകരിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാകേണ്ടി വന്നേക്കാം ഭാവിയിൽ എന്നുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിൽ വലിയ പങ്കാളിത്തം വഹിക്കാൻ പറ്റുന്നൊരു സ്ഥാപനമായി ഹൈറേഞ്ചിലെ ആദ്യത്തെ സ്ഥാപനമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു സ്കൂളായിരിക്കും ഹോസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറയേണ്ടി വരും. ആനുവൽ ഡേയുടെ ഉദ്ഘാടനം ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ലോകത്തോട് മത്സരിക്കാൻ സജ്ജമാകുന്ന യുവതലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ആ നിലയിൽ വിശാലമായി ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ ഇത്തരമൊരു പദ്ധതി അവതരിപ്പിച്ച് യാഥാർത്ഥ്യമാക്കിയതിന്റെ മികവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിന് വലിയ ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ വർഷങ്ങളുടെ ഒരു ചരിത്രം അല്ല സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളത്. എന്നാൽ ഈ ഹ്രസ്വമായ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തോട് മത്സരിക്കാൻ സജ്ജമാകുന്ന യുവതലമുറയെ, വിദ്യാർത്ഥികളെ അത്രയും വലിയതായ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ TJ ഡേവിഡ്, MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്, കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, ആക്ടർ ബോബി കുര്യൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭാ കൗൺസിലർ സോണിയ GB, PTA പ്രസിഡന്റ് സജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അക്ഷരമുത്തുകൾ ചേർത്തു കൊടുത്തൊരു വിദ്യാലയ ലോകം